എന്താ പ്രകാശ ഈ നേരത്ത്? സഖാക്കൾ ജീവൻ നൽകി പാരി വളർത്തിയ പ്രസ്ഥാനം, ചോരച്ചെങ്കൊടി കീഴിൽ മാനവരൊത്തു വളർത്തിയ പ്രസ്ഥാനം, ധീരസഖാക്കൾ ജീവൻ നൽകി പാരി വളർത്തിയ പ്രസ്ഥാനം, ചോരച്ചെങ്കൊടി കീഴിൽ മാനവരൊത്തു വളർത്തിയ പ്രസ്ഥാനം, മർദ്ദകൾ ചറ്റും മർദ്ദിത പുണരും മാനവമോചന പ്രസ്ഥാനം, മർദ്ദകൾ ചറ്റും മർദ്ദിത പുണരും മാനവമോചന പ്രസ്ഥാനം. ഉദിച്ചുയരും പണിയാളരുടെ പൊന്നിൽ മുക്കിയ കനവുകളിൽ, ഉദിച്ചുയരും പണിയാളരുടെ പൊന്നിൽ മുക്കിയ കനവുകളിൽ, വിശപ്പെരിയും അവരുടെ ചിന്തയിൽ വിലങ്ങുകൾ പണിയും ചൂഷകരിൽ, ഉയരും ചെങ്കൊടി കീഴിൽ നിന്നു തുടങ്ങാം നമ്മൾക്കൊരു മന്ത്രം, ഉയരും ചെങ്കൊടി കീഴിൽ നിന്നു തുടങ്ങാം നമ്മൾക്കൊരു മന്ത്രം. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. ധീരസഖാക്കൾ ജീവൻ നൽകി പാരി വളർത്തിയ സഖാക്കളെ, നമ്മെ സംബന്ധിച്ച് സഖാവ് ബാപ്പുട്ടിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് വളരെയേറെ ദുഃഖം നൽകുന്ന ഈ സന്ദർഭത്തിൽ മറ്റൊരു വേദന കൂടി നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന്റെ ഭാര്യ സുഹറയും മകൾ നാദിയയും ഈ ഗ്രാമത്തിൽ നിന്നും മകളുടെ ഉപരിപഠനത്തിനായി നമ്മെ വിട്ടുപോവുകയാണ്. ഈ അവസരത്തിൽ സഖാവ് സുഹറയുടെ സേവനം നഷ്ടപ്പെടുന്നതിൽ പാർട്ടിയുടെ സഹചാരികളായ നമുക്ക് ഈ വേർപാട് വേദന മാത്രമല്ല, ഒരു വലിയ നഷ്ടം തന്നെയാണെന്ന് നമ്മൾ കരുതുന്നു. സഖാവിന്റെ രക്തസാക്ഷി അനുസ്മരണ വേളയിൽ നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി സഖാവ് സുഹറയെ ഞാൻ ക്ഷണിക്കുന്നു. സഖാക്കളെ, സഖാവ് ബാപ്പുട്ടിയുടെ രക്തസാക്ഷി ദിനത്തിൽ നിങ്ങളിലൂടെയും എന്നിലൂടെയും ഇന്നും ജീവിക്കുന്ന സഖാവിന്റെ പ്രവർത്തനങ്ങൾ ഭാഗികമായെങ്കിലും എനിക്കും ചെയ്യാനായതിൽ സംതൃപ്തയാണ് ഞാൻ. ഇനിയും സഖാവിന്റെ സ്വപ്നങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ ബാപ്പുട്ടിക്കയുടെ ഓർമ്മകളില്ലാത്തൊരു നാട്ടിലേക്ക്
ആ മുതുകാരൻ ആരെങ്കിലും വന്നാ ഞാൻ നാസറിന്റെ അടുത്തേക്ക് പോയതാന്ന് പറ. അവിടുന്ന് തോട്ടത്തിലേക്ക് ചെല്ലുമെന്ന് പറയും. അന്റെ കാറ് കയ്യിൽ ഇനിയും കഴിഞ്ഞില്ല അസൈനാരെ. എന്താ ഈ അതിന്റെ പേനും കൂടെ തുടച്ചെടുക്കുക? അനക്കിവിടെ മല മറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. നേരത്തിനും കാലത്തിനും എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ ഈ? അന്നൊക്കെ പണിക്ക് നിർത്തിയ നേരത്ത് 4 നാൽക്കാളെ നിർത്തിയ നന്ദി കാട്ടിയവൻ. കൂട്ടത്തിലൊരു വരുമാനമായിരുന്നു. അസൈനാരെ ആ എന്താ കണ്ണു മൂക്കൂല്ലേ സുലൈമാനെ അനക്ക്? ഞാനൊരു മിന്നായം പോലെ കണ്ടപ്പോ കോയാന്ന് വിചാരിച്ചു. എന്താ കണ്ണും കണ്ടുവിടാതായോ? കാറ് കോയാന്ന് കരുതിയ അനക്ക് തിമിരം തന്നെയാ. മിനിഞ്ഞാന്ന് ഡോക്ടറും പറഞ്ഞു തിമിരമുണ്ടെന്ന്, ഓപ്പറേഷൻ വേണ്ടി വരും. അതിനൊരു സഹായം ഇവിടുന്ന് വേണ്ടി വരും. രാവിലെ തന്നെ എന്റെ ഒരു ഇല്ലാത്തരം. കാറിന്റെ ഇടയിൽ കിടന്ന് കോഴി ചാന്നാരി ചത്താലേ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്ന കായന്റെ ചെലവേ ആവുള്ളൂ. വേഗം വാ, നിങ്ങൾ ചായ കുടിച്ചിട്ട് വേണം എനിക്ക് വേറുള്ളത് നോക്കാൻ. ചായ കുടിച്ചിട്ട് വേഗം ഒരുങ്ങിക്കോ, സ്കൂളിൽ പോവാനുള്ളതാ. അല്ലാ കാലുന്നാല് താത്താ ചായ കുടി കഴിഞ്ഞിട്ടില്ല. റബ്ബേ. ആര് സുലൈമാനോ? നല്ല നേരത്താണ് പഠിച്ചോനെ ഇവിടക്ക് വന്ന്. ആ കാക്കക്കുള്ള കാക്കക്ക് നാളെ ചൊല്ലി. എന്തേ 2 ദിവസമായല്ലോ സുലൈമാനെ ഈ വഴിക്ക് കണ്ടിട്ട്? ആ ഇവിടെയുള്ളവരല്ലാതെ ആരെന്നെപ്പറ്റി ചിന്തിക്കാനുള്ളത്? അല്ല ആസത്ത് ഇവിടെ ഇല്ലേ? അതിന്റെ കാര്യം പറയാതിരിക്കുക ഭേദം. ഒരു ജീവശവം. ആ